ഇങ്ങനെ പറയും. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നാഭിതടത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശത്തിൽ ഞാൻ ലോകം മുഴുവൻ കാണാൻ തുടങ്ങി. പല അത്ഭുതങ്ങളും കാണാൻ തുടങ്ങി. ആകാശത്തു നിന്നൊരു അശ്ലീലം കേട്ടു. കുഞ്ഞിനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഭൂലോകമാകെ കരങ്ങുക, കരങ്ങിയിട്ട് ഈ വിഷയം പ്രചരിപ്പിക്കുക. കുറച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. നിമിഷങ്ങൾക്കകം വീണ്ടും കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ വെള്ളപ്പട്ടിൽ പൊതിഞ്ഞ അവസ്ഥയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ സ്വർഗീയ തൊട്ടിലിട്ടിട്ട് ആട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ കുഞ്ഞെവിടെത്തി? വീണ്ടും ആമിന ബീവിയുടെ ഹലറത്തിലേക്ക് തന്നെ എത്തിയാണ്. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വീണ്ടും കൊണ്ടുവന്ന സന്ദർഭത്തിൽ 3 മലക്കുകൾ അവിടേക്ക് വന്നു. ആ 3 മലക്കുകൾ, ഒരാള് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് കുഞ്ഞിനെ 7 പ്രാവശ്യം കുളിപ്പിച്ചു. അതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ 7 പ്രാവശ്യം കുളിപ്പിക്കുകയാണ് ജനിച്ച ഉടനെ. അതിനുശേഷം മറ്റൊരാൾ എന്ത് ചെയ്തു? സുഗന്ധം പൂശി അവർ അപ്രത്യക്ഷമായി. അപ്പൊ ജനിച്ച ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? മലക്കുകൾ. അല്ലാഹു തആല മലക്കുകളെയാണ് വിടുന്നത്. മലക്കുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആമിന ബീവിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല, സന്തോഷവതിയായിരുന്നു എന്നവർ. പ്രസവിക്കുമ്പോ ക്ലേശം ഉണ്ടായില്ല, വേദന ഉണ്ടായില്ല. ഇങ്ങനെ ഏത് കുഞ്ഞാണ് ജനിച്ചത് അല്ലേ? ജനനം തന്നെ അത്ഭുതം. എന്നിട്ടല്ലേ സാധാരണ പയ്യനാവല്? ജനനം തന്നെ അത്ഭുതം. അത്ഭുതങ്ങളുടെ കലവറ എന്നൊക്കെ പറയില്ല. കലവറൊന്നും കലയുണ്ടാവില്ല, വാറ അതിന്റെ അപ്പുറത്തൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുക സാധാരണ നിലയിൽ. അവിടെയുള്ള അറബികളുടെ ഒരു രീതിയുണ്ട്. അത് പട്ടണമായത് കാരണത്താൽ അവിടെ കുടിപടലങ്ങളും അതുപോലെ മറ്റുള്ള പല അണുക്കളും കുട്ടികോ ബാധിക്കുമെന്ന നിലയ്ക്ക് ഒരു 9 ദിവസമായാൽ തന്നെ എന്ത് ചെയ്യും? ഗ്രാമത്തിലേക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 മാസം പ്രായമായ 9 ദിവസം കഴിഞ്ഞപ്പോൾ മുലയൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ വരികയാണ്. അങ്ങനെ അവർക്കൊരു പ്രശ്നമുണ്ട്. മുലയൂട്ടുന്ന ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാഥനാണെങ്കിൽ എടുക്കില്ല. അപ്പം വന്ന ആളുകളൊന്നും ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അന്ന് പ്രവാചകരായിട്ടില്ല കേട്ടോ നമ്മുടെ ഭാഷയിൽ, വെറും വന്നുകൊണ്ടോ ഇത് അനാഥനാണല്ലേ, അതൊരു മോശമായിട്ട് അത് മനസ്സിലാക്കി. മറ്റേ കാശും കുറയുമോ, അങ്ങനെ വിട്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആരെ കീഴിലാണ് വരുന്നത്? അബ്ദുല്ല എന്നവരുടെ മരണത്തിന് ശേഷം ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരാണ്, ഷൈബ എന്നവരാണ് എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹി പോയി കിടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അബ്ദുല്ല എന്നവർ മരണപ്പെട്ടതെന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് വളരെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനാണ് മരിച്ചത്. അതന്നെ വളരെ അകാല മരണം എന്നൊക്കെ പറയും. വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടല്ലോ. ആ വിഷമത്തിലിരിക്കെ ആമിന ബീവിയുടെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കണ്ടപ്പോ സന്തോഷം സഹിക്ക വയ്യാതെ ഓടി വന്നുകൊണ്ട് എന്ത് ചെയ്തു? മുമ്പ് കാബ ഷരീഫിലായിരുന്നു. അബ്ദുൽ മുത്തലിബ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മുമ്പ് കാബ ഷരീഫിലായിരുന്നു. അപ്പൊ പ്രസവിക്കുന്ന ടൈമിൽ പെട്ടെന്ന് കാബ ഷരീഫിന്റെ ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. പെട്ടെന്ന് കാബ ഷരീഫിന്റെ ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. ആളുകളൊക്കെ വന്നുകൊണ്ട് അത് വീണ്ടും നേരാക്കാൻ വരുമ്പോൾ വീണ്ടും തലകുത്തി വീണു. അവർക്ക് അവസാന ക്ലേശം സഹിക്ക വയ്യാതെ അവർ ഒഴിവാക്കി പോയിന്നാണ്. ആ ടൈമിലാണ് പെട്ടെന്ന് വന്നോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു പുത്രൻ ജനിച്ചിരിക്കാം. സന്തോഷമായി ഓടി വന്നു കുട്ടിയെ എടുത്തുകൊണ്ട് ചുംബിച്ചു, തിരിച്ചോടി. എവിടേക്ക്? കഅബ ശരീഫിലേക്ക് തിരിച്ചോടി. സമയം അധികം വൈകിച്ചില്ല. അല്ലാഹു തആലയുടെ കൽബിന് ഇത് ചെയ്തു കൊടുത്ത അദ്ദേഹം എന്ത് ചെയ്തു? കഅബ ശരീഫിൽ വന്നുകൊണ്ട് പേരിട്ടു കുഞ്ഞിന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പേരിട്ടു. 7 മുടി കളയിലും സൽക്കാരൊക്കെ ആയിട്ട് കുടുംബക്കാരെല്ലാം വിളിച്ചു. അബ്ദുൽ മുത്തലിബ് എന്നത് വിളിച്ചപ്പോൾ ചോദിച്ചു, മറ്റുള്ളവരൊക്കെ സൽക്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ കുഞ്ഞിന് പേരിട്ട്? മുഹമ്മദ് എന്ന് പേരിട്ടു. അല്ല, നിങ്ങൾ പൂർവികന്മാരായ ആളുകളുടെ നല്ല നല്ല പേരുകളൊക്കെ ഒഴിവാക്കി ആരുമിടാത്ത വിചിത്രമായ ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നുമോൻ ലോകമാകെ സ്തുതിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം, പ്രശംസിക്കപ്പെട്ട അവസ്ഥയിൽ അറിയപ്പെടണം.
എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് അങ്ങനെ പേരുകൾ കർമ്മം നടന്നു. ഏതായാലും അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്കാണ് ഇങ്ങനെ വരുന്നത്. ഈ മുലയൂട്ടുന്ന ധാത്രിമാരിൽ ഒരു പാർട്ടി അവരുടെ ഒട്ടകം മെലിഞ്ഞൊട്ടിയത് കാരണത്താൽ, ക്ഷീണം കാരണത്താൽ കുറച്ചു നേരം ഒരു വഴിയിൽ നിൽക്കും, ഇന്ന് തങ്ങി വിശ്രമിച്ച് വീണ്ടും ഒട്ടകപ്പുറത്ത് കയറും, വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ കുറച്ച് വൈകിട്ടാണ് ഇവിടെ എത്തിയത്, മക്കയിലെത്തുന്നത്. അപ്പോൾ മറ്റുള്ളവരെല്ലാം വന്നുകൊണ്ട് നല്ല നല്ല കുട്ടികളൊക്കെ എടുത്തും കൊണ്ട് അവരൊക്കെ പോയി. കാരണം അതിൽ വേറെ വിഷയം കൂടി ഉണ്ട് അവിടെ. കാരണം അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ഒരു വെള്ളിയാഴ്ച രാവിലാണ് ഗർഭം ധരിക്കുന്നത്. ആമിന ബീവി ഗർഭം ധരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. അപ്പോ അല്ലാഹു തആല കൽപ്പിച്ചു, ഈ രാത്രിയിൽ ഗർഭം ധരിച്ച എല്ലാ സ്ത്രീകൾക്കും ആൺകുട്ടിയെ പ്രസവിക്കട്ടെ. അള്ളാഹിന്റെ കൽപ്പന വന്നു, ആൺകുട്ടി പ്രസവിക്കണം. അള്ളാഹുവിന്റെ ഇതിന് വന്നു, അവന്റെ ഇറാദത്ത് വന്നു. അങ്ങനെ അന്ന് പ്രസവിച്ചവരൊക്കെ, ആ ഗർഭം ധരിച്ച് വന്ന് പ്രസവിച്ചവരൊക്കെ ആൺകുട്ടികളായി മാറി. അപ്പൊ എല്ലാവർക്കും കൊണ്ടുവരുന്നവർക്കും എല്ലാവർക്കും നല്ല കാശും കിട്ടും, സന്തോഷമാണ്. എല്ലാവരും അവിടെയുള്ള എല്ലാവരെയും എടുത്തു കൊണ്ടുപോയി. അള്ളാഹു റസൂൽ ഒരു അനാഥനായിട്ട് കാണുന്നില്ല, ആരും എടുത്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് എന്നവരും വിഷമിച്ചു. എന്താ എന്റെ മോനെ കൊണ്ടുപോകാൻ ആരും വരാഞ്ഞേ, എന്റെ പേരക്കുട്ടിനെ കൊണ്ടുപോകാൻ എന്താ വരാഞ്ഞേ? കുറെ കഴിഞ്ഞപ്പോഴാണ് അലീമ ബീവി, സഅദിയ ഗോത്രക്കാർ, ബനു സഅദ് ഗോത്രക്കാരിയായ അലീമ ബീവിയും ഭർത്താവ് ലാസ്റ്റാണ് എത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വൈകിട്ട് അവിടെ അന്വേഷണം പറഞ്ഞു, ഇനി ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അതാണെങ്കിൽ ഒന്ന് പോയി നോക്കുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് വന്ന് അന്വേഷിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന്വേഷിച്ചു, ഇവരെ സംബന്ധിച്ച് ചോദിച്ചു, എവിടെ ഉള്ളവരാണ്, എങ്ങനെയാണ്. എന്റെ അടുത്തൊരു കുട്ടിയുണ്ട്, അനാഥനാണ്, ഒന്ന് വന്ന് കണ്ടുപോക്കുകയെ. അപ്പോ വന്ന് നോക്കുമ്പോൾ കുട്ടിനെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. വെട്ടിത്തിളങ്ങുന്ന മുഖം, ഒരു പ്രത്യേകത കണ്ടു. അപ്പോ അലീമ ബീവി, അനാഥനാണെങ്കിൽ വേണ്ട, കാരണം അതൊരു ചൂജ്യം പോലെയാണ് അവർ മനസ്സിലാക്കിയത്. എടുക്കാതെ പുറത്തു പോയിട്ട് അവള് ആരോട് ചോദിച്ചു, ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനൊരു കുട്ടിയുണ്ട്, അനാഥനാണ്, ഞാൻ തിരിച്ചു, പക്ഷെ എനിക്ക് ആ കുട്ടിനെ വിട്ടു വരാൻ പറ്റുന്നില്ല, അത്രക്കൊരു പ്രത്യേകത ആ കുട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അലീമ ബീവിയുടെ ഭർത്താവ് പറഞ്ഞു, ഏതായാലും നമ്മള് മക്ക വരെ എത്തി, എന്തായാലും ഉള്ള കുഞ്ഞിനേറ്റ് നമുക്ക് പോവാം, നമ്മളെ ശ്രമിക്കാം. അങ്ങനെ വന്നു, കുഞ്ഞിനെടുത്തു. എന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. നല്ല തുക തരാൻ, നല്ല തുക, കാരണം കുഞ്ഞിനെടുക്കാൻ മനസ്സ് വരുത്തിയത്. അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, നല്ല തുക തരാം. അലീമ ബീവി റിപ്പോർട്ട് ചെയ്യാണ്, ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ, ആ കുഞ്ഞിന്റെ മുഖവും ആ സൗന്ദര്യവും ഒരു പ്രത്യേകമായ പ്രകാശവും കണ്ടപ്പോൾ ആ കുട്ടി ഉറങ്ങുകയാണ്, മലർന്ന് കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. ഈ കുട്ടിയെ എടുക്കാൻ ഞാൻ വിഷമിച്ചു. ഉറക്കം ഉണർത്താതെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, നെഞ്ഞിൽ മാരടത്തിൽ പതുക്കെ കൈവച്ച ഉടനെ ഈ പിഞ്ചു കുഞ്ഞ് കണ്ണു തുറന്ന് എന്നെ നോക്കി, എന്നിട്ട് പുഞ്ചിരിച്ചു. ചിന്തിച്ചു നോക്കിയാ, പുഞ്ചിരിച്ചു. ആ ഏത് പ്രായത്തിലാണ് പോയി പറയുന്നത്? 9 ദിവസം കഴിഞ്ഞ അവസ്ഥയാണ് പറയുന്നത്. പ്രസവിച്ചിട്ട് 9 ദിവസം കഴിഞ്ഞ കുട്ടിന്റെ മാരണത്തിൽ കൈവച്ചപ്പോ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ കുഞ്ഞിനെ എടുത്തു, മുത്തം വെച്ച് കൊണ്ടുപോയി. ഞങ്ങളുടെ തമ്പില് അന്ന് രാത്രി തമ്പ് കെട്ടി താമസിക്കാൻ തമ്പിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടില് ക്ഷാമം ബാധിച്ചത് കാരണത്താൽ എല്ലാം ഉണങ്ങിയിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ എന്റെ സ്ഥാനം ആകെ ഒട്ടിയിരുന്നു. അതിലൊന്നും പാറൊന്നും ശരിക്കും പറഞ്ഞാൽ. ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്റെ മടിയിൽ വെച്ചു. കുഞ്ഞിന് എന്റെ വലത് സ്ഥാനത്തിൽ പാല് കൊടുത്തു. വലത് സ്ഥാനത്തിൽ കുഞ്ഞ് വായ വെച്ചതോട് കൂടിയിട്ട് സ്ഥാനത്തിൽ പാല് നിറഞ്ഞു. അപ്പോ ഞാൻ ഇടത് സ്ഥാനത്തിൽ വെച്ചു, കുഞ്ഞ് കുടിക്കുന്നില്ല. വീണ്ടും വലത് സ്ഥാനത്തിൽ വെച്ചു, കുഞ്ഞ് കുടിക്കാൻ തുടങ്ങി. വീണ്ടും ഇടത് സ്ഥാനത്തിൽ വെച്ച് നോക്കി, കുഞ്ഞ് കുടിക്കുന്നില്ല. പുന്നാര നബി, മുത്തുനബി ഇടത് ഭാഗത്തു നിന്ന് പാല് കുടിച്ചില്ല. അലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളുടെ പാൽ വറ്റിയിരുന്ന ആടിന് പോലും ഒട്ടകത്തിന് പോലും പാൽ വന്നു. എന്റെ ഭർത്താവ് പറഞ്ഞു, ഹലീമ നമ്മുടെ പോറ്റുമകൻ വളരെ ഭാഗ്യവാനാണ്, നമ്മളും ഭാഗ്യവാന്മാരും, എന്ത് പ്രത്യേക കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പിറ്റേ ദിവസം സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ മനസ്സിലാക്കണം, നമ്മളെ നബിയെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്.
മുത്തുനബിയെ സംബന്ധിച്ച സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം, ഇത് നമ്മൾ അറിയണം. പിറ്റേ ദിവസം ഒട്ടകം ക്ഷീണിച്ച ഒട്ടകമാണ്. കുതിരപ്പുറത്ത് എന്റെ കുഞ്ഞിനെ, എന്റെ പോറ്റുമോനെ വെച്ചതോടുകൂടി ഒട്ടകം ശക്തനായി എഴുന്നേറ്റു. ഒട്ടകത്തിന് ആരോഗ്യം വന്നു. ഞങ്ങൾ കയറി, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എത്രയോ ദിവസം മുന്നേ മറ്റുള്ളവരൊക്കെ നല്ല സ്പീഡുള്ള ആരോഗ്യമുള്ള ഒട്ടകവുമായി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ എന്റെ ഒട്ടകം അതിവേഗത്തിൽ സഞ്ചരിക്കുകയും അവരെയൊക്കെ ഓവർടേക്ക് ചെയ്തു പോവുകയും ചെയ്തപ്പോൾ ആ ഒട്ടകത്തിന് മുകളിലുള്ള ധാത്രിമാരും അവരുടെ ഭർത്താക്കന്മാരും പറഞ്ഞു, ഹലീമാനി, വളരെ ശുഷ്കിച്ചതായ ക്ഷീണിച്ചതായ ഒരു ഒട്ടകത്തിലാണല്ലോ നീ വന്നത്. നീ പല ഭാഗത്തും ഇറങ്ങിക്കൊണ്ട് വിശ്രമിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് വൈകിട്ടല്ലേ വന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ ഒട്ടകം ഈ നിമിഷം കൊണ്ട് ഇത്രയും ആരോഗ്യകരമായ അവസ്ഥ ഈ ഒട്ടകത്തിന് വന്നത്? നിമിഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ ഒട്ടകം പോകാനുള്ള കാരണം എന്താണ് എന്ന് ആ ധാത്രിമാരുടെ ഭർത്താക്കന്മാരും കൂടി ഹലീമ ബീവിയോട് ചോദിച്ചപ്പോൾ ഹലീമ ബീവിയല്ല ഉത്തരം പറഞ്ഞത്, ഹലീമ ബീവിയുടെ ഭർത്താവല്ല ഉത്തരം പറഞ്ഞത്, ആ ഒട്ടകമാണ് ഉത്തരം പറഞ്ഞത്. ഒട്ടകം പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്റെ പുറത്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം സയ്യിദു നബിയുനാ സയ്യിദുൽ മുർസലീൻ സയ്യിദുൽ അവ്വലീന ഖൈറുൽ അവ്വലീന വൽ ആഖിരീൻ ഹബീബു റബ്ബുൽ ആലമീൻ. ഹബീബു റബ്ബിൽ ആലമീൻ, ആലമീന്റെ പ്രപഞ്ചത്തിന്റെ മൊത്തം റബ്ബായ അല്ലാഹുവിന്റെ ഹബീബാണ്. ആദ്യക്കാരുടെയും അവസാനക്കാരിലും ഏറ്റവും ശ്രേഷ്ഠനാണ്, ഉത്തമനാണ്, ഈ പ്രവാചകനാണ്, നമ്മുടെ നബിയാണ് ഇതിന്റെ മുകളിലുള്ളത് എന്ന് ആരാ പറഞ്ഞ്? ഒട്ടകമാണ് പറയുന്നത്. ഒട്ടകം സംസാരിക്കുന്നത് തുടങ്ങിയപ്പോൾ അപ്പുറമുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു. ചരിത്രത്തിൽ എഴുതുന്നുണ്ട്, അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. അവരാകെ ആദ്യമായിട്ട് ഇങ്ങനൊന്ന് കാണുന്നത്. അവർ സന്തോഷിച്ചു പോയി. ഹലീമ ബീവിയും ഭർത്താവും തന്റെ പൊന്നാര കുഞ്ഞുമായി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഇപ്പൊ എന്തായി? അള്ളാഹുവിന്റെ റസൂലിനെ ഒഴിവാക്കിയത്. വീട്ടിലെത്തി ഹലീമ ബീവി പറയാണ്, എന്റെ വീട്ടിൽ കുഞ്ഞുമായിട്ട് ഞാൻ എത്തിയോടുകൂടി ബനൂ സഅദ് ഗോത്രത്തിലുള്ള എല്ലാ വീടുകളിലും പിന്നീട് കസ്തൂരിയുടെ വാസന മാത്രം. സുഗന്ധമൊന്നും പൂശാദത്തിന് കസ്തൂരിയുടെ വാസന. എവിടേക്ക് ഏത് വീട്ടിൽ കയറിയുണ്ടാലും കസ്തൂരി വാസനിക്കൂ. ഏതുവരെ നബിയെ തിരിച്ചു നൽകുന്നത് വരെ കസ്തൂരിയുടെ വാസന. ആലോചിച്ച് നോക്കിയേ. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവர்கள் പറയുകയാണ്, ഞാൻ കുഞ്ഞിനെ തൊട്ടിലിങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ സൂര്യനേക്കാൾ ഉജ്ജ്വലമായ ഒരു പ്രകാശം കുഞ്ഞിന്റെ അടുക്കലേക്ക് വരും. കുഞ്ഞിനെ അങ്ങ് പൊതിയാൻ തുടങ്ങും. പിന്നെ കുഞ്ഞിനെ കാണാൻ സാധിക്കില്ല. അതായത് സൂര്യജ്യോതിസ് കാരണത്താൽ ഈ പ്രകാശം കാണാൻ കുഞ്ഞിനെ കാണില്ല. കുറച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥ നീങ്ങും. ചില സന്ദർഭത്തിൽ ഹലീമ ബീവിയുടെ അനുഭവങ്ങളെ പറയുന്നു. ചില സന്ദർഭങ്ങളിൽ നക്ഷത്രങ്ങൾ ഇറങ്ങി വരും. കുഞ്ഞിന്റെ തൊട്ടിയുടെ മുകളിൽ ഇങ്ങനെ അമ്മാനം മടിക്കുന്നു. അങ്ങോട്ട് ഹലീമ ബീവി പറയുന്ന, ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ മടിയിലിരുത്തി ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സന്ദർഭത്തിൽ എന്റെ ആട്ടിൻപറ്റങ്ങളിൽ, അതായത് ഹലീമ ബീവിക്ക് ആട്ടിൻപറ്റങ്ങളുണ്ട്, എന്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്നും ഒരു ആട് പെട്ടെന്ന് ഓടി വന്നിട്ട് കുഞ്ഞിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഏത് കുഞ്ഞാണെന്ന് മനസ്സിലാക്കണോ? മാസങ്ങളായിട്ടുള്ളൂ, മാസങ്ങളായിട്ടില്ല അല്ലേ? 9 ദിവസം കഴിഞ്ഞ് വന്ന കുഞ്ഞിന്റെ ആടെ വന്ന് മുട്ടുകുത്തി. എന്നിട്ട് കുഞ്ഞിന്റെ ശിരസിൽ ചുംബിച്ചിട്ട് ആടുകൂടി അങ്ങ് പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനങ്ങളും നമ്മെ പോലെയല്ല, വ്യത്യസ്തതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, ഹലീമ ബീവി റളിയല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂൽ രണ്ട് മാസം പ്രായമായപ്പോൾ മുട്ടുകുത്തി നീന്താൻ തുടങ്ങി. കുട്ടിക്ക് 2 മാസം ഉണ്ടാവും. ഒരു 2 മണിഞ്ഞാണി പറയുമ്പോൾ കുട്ടികളിലേക്ക് വരണം, നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളുടെ അവസ്ഥയിലേക്ക് വരണം. അപ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥകൾ കാണണം നമ്മുടെ മനസ്സിൽ. അല്ലാഹുവിന്റെ റസൂൽ മനസ്സിൽ തെളിയട്ടെ. റബീഉൽ അവ്വലായിട്ട് വസന്തം, റബീഉൽ എന്ന് പറയുന്ന വസന്തമാണ്. കുഞ്ഞ് 2 മാസമായപ്പോൾ മുട്ടുകുത്തി നീന്താൻ തുടങ്ങി. കുഞ്ഞ് 3 മാസത്തിനും 4 മാസത്തിനും ഇടയിലായപ്പോൾ കുഞ്ഞ് മതിൽ പിടിച്ച് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. 3 വയസ്സല്ല പറയണത്, 3 മാസത്തിനും 4 മാസത്തിന്റെ ഇടയിൽ. 5 മാസമായപ്പോൾ എന്ത് ചെയ്ത്
കൊച്ചു ശരിക്കും പോലെ നടക്കാൻ തുടങ്ങി. 5 മാസത്തിൽ നടക്കാൻ തുടങ്ങി. 8 മാസമായപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും, പൂർണ്ണമായി സംസാരിക്കില്ല. 9 മാസമായപ്പോൾ പൂർണ്ണമായി സംസാരിക്കാൻ തുടങ്ങി. സയ്യിദുൽ വറാ സയ്യിദുൽ തഖലൈൻ മുഹമ്മദ് റസൂലുള്ളാഹി കുഞ്ഞായിരിക്കും 9 മാസത്തിൽ തന്നെ പൂർണ്ണമായി സംസാരിക്കാൻ തുടങ്ങി. കേട്ടോ, 10 മാസമായപ്പോൾ അമ്പും വില്ലും എടുത്തുകൊണ്ട് കൂടെയുള്ള വലിയ കുട്ടികളുടെ കൂടെ ഇറങ്ങിയോടും. അമ്പും വില്ലും ഇറങ്ങിയോടും. എത്ര മാസമാകുമ്പോൾ? 10 മാസമാകുമ്പോൾ. വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. കുഞ്ഞിന് 2 വയസ്സുണ്ടാവുന്ന ടൈമില് ഹലിമബി പറയാണ്, എന്റെ മകൾ സൈമ, ഹലിമബിയുടെ മകൾ സൈമ, കുഞ്ഞിന് 2 വയസ്സുണ്ടാവുന്ന ടൈമില് കുഞ്ഞിനുമായിട്ട് വെയിൽ, നല്ല ചൂടുള്ള നല്ല താപമുള്ള ആ സന്ദർഭത്തിൽ വെയിലത്ത് കുഞ്ഞുമായിട്ട് പുറത്തു പോയി. ഞാനാകെ ബേജാറായി. ഈ കുഞ്ഞിനായിട്ട് എങ്ങടാ പോയത്? ഓടി വന്നു സൈമയോട് പറഞ്ഞു, എന്താണ് സൈമ ഈ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഈ വെയിലത്ത് കൊണ്ട് നടക്കണെന്താ? അപ്പൊ ഇന്റെ മോള് പറഞ്ഞു, സൈമ പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ കുഞ്ഞാങ്ങളൊക്കെ വെയിലൊന്നും കൊണ്ടിട്ടില്ല. എന്റെ കുഞ്ഞാങ്ങളുടെ തലക്ക് മുകളിൽ ഒരു മേഘത്തിന്റെ കുടയുണ്ടായിരുന്നു. കുഞ്ഞു നിൽക്കുമ്പോഴൊക്കെ ആ കൂടെ മേഘക്കുടയിൽ നിൽക്കും. അതുകൊണ്ട് കുഞ്ഞാങ്ങൾക്ക് വെയിലൊന്നും കൊണ്ടിട്ടില്ല. 2 മാസമാണ്. 2 വയസ്സാവുമ്പോൾ കുട്ടിയുടെ പുറത്തു പോയി. അതുപോലെ തന്നെ ഒരു ചരിത്രം അലിമാബി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കുട്ടി ഒരിക്കൽ ഈ സൈമ തന്നെ ഓടി വന്ന്, ബേജാറായിട്ട് ഓടി വന്നു കണ്ടപ്പോ ഈ ആട് മേക്കുന്ന സ്ഥലത്ത് ഓടി വന്നു. ഉമ്മ കുഞ്ഞിനെ 2 പേരെടുത്ത് കൊണ്ടുപോയിട്ട് ആ വയറ് കീറണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. ഞാന് ബേജാറായിട്ട് ഓടി. കുഞ്ഞിനെ കാണുമെന്ന് വയറ് കീറല്ലേ. എന്റെ കൂടെ എന്റെ ഭർത്താവ് ഓടി വന്നു. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഈ കുഞ്ഞവിടെ നിൽക്കുകയാണ്, കുഞ്ഞിന് തൂങ്ങിക്കൊണ്ട്. മുഖത്തിൽ നിന്നും പ്രകാശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെ സന്തോഷത്തോടെ ഞാൻ എടുത്തുകൊണ്ട് ഉമ്മ വെച്ചു. കുഞ്ഞിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ എന്താണ് സംഭവിച്ചത്? അപ്പൊ പൊന്നുമോൻ പറഞ്ഞു, എന്നെ ഉമ്മ 2 പേരെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്റെ വയറ് കീറിയിട്ട് എന്തൊരു സാധനം പുറത്തെടുത്തിട്ട് എന്തൊക്കെയോ ചെയ്ത് അവര് എന്റെ ഉള്ളിൽ എന്തൊക്കെ നിറച്ചിട്ട് തുന്നിക്കൂട്ടി. എനിക്കൊരു വേദന ഉണ്ടായില്ല. അത്ഭുതല്ലേ. കിതാബിൽ കാണാൻ 5 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന് എന്തുണ്ടായിട്ടുണ്ട്? വയറ് കീറൽ നടന്നിട്ടുണ്ട് 5 തവണ. 1 പ്രസവിച്ച സന്ദർഭത്തിൽ, 2 മുലയൂട്ടുന്ന സന്ദർഭത്തിലുണ്ടായിട്ട്, 3 മിഅ്റാജിന് പോകുന്ന സന്ദർഭത്തിലുണ്ടായിട്ട്, 4 വഹ്യിന്റെ സന്ദർഭത്തിലുണ്ടായി, 5 10 വയസ്സാവുന്ന സന്ദർഭം. 10 വയസ്സും അങ്ങനെയൊന്നും. അങ്ങനെ 5 തവണ ഉണ്ടെന്നാണ് പ്രബലമായ അഭിപ്രായം. അത് അല്ലാഹുവിന്റെ റസൂൽ കുറച്ച് ബോധം വന്നതിന് കുറച്ച് വയസ്സ് കൂടിയതിനു ശേഷം ഉണ്ടായ അനുഭവം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ വയറ് കീറുകയും എന്നിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കുകയും പിന്നെ ഹൃദയം കീറിക്കൊണ്ട് അതിൽ നിന്നും ഒരു കറുപ്പ് സാധനം എടുത്ത് പുറത്ത് കളയുകയും സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും പിന്നീട് അതിലേക്ക് പ്രകാശം നടക്കുകയും എന്നിട്ട് എന്നിനുള്ളിലാക്കി തുന്നി കൂട്ടുകയും ചെയ്തു. പല സാഹിബികളും റിപ്പോർട്ടിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഈ ഇതൊക്കെ പൊളിക്കുമ്പോൾ ചിലപ്പോൾ വസ്ത്രങ്ങളൊക്കെ ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ കൂടിയ മുറിവ് ഓപ്പറേഷൻ ചെയ്ത പോലെ ആ മുറിവ് കാണാറുണ്ടായിരുന്നു. ഈ തുന്നി കൂട്ടിയ മുറിവ് അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയാണ് അല്ലാഹു തആല. അപ്പൊ ചെറിയ കുഞ്ഞാവുമ്പോൾ തന്നെ ചിന്തിച്ചു നോക്കി, ഒരു 2 വയസ്സും അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആവുന്ന കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അങ്ങനെ കയറുമ്പോ കുഞ്ഞിന്റെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കുഞ്ഞുങ്ങളായി അവിടെ ഉണ്ടാവുക എന്തൊരു ധൈര്യം വേണം കുട്ടിക്ക് തന്നെ. അതിന് വലിയൊരു വിഷയം ഉണ്ടായത് എന്താ വെച്ചാൽ, ജനങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോ അത്ഭുതങ്ങളിൽ കുട്ടികൾ കാണുമ്പോൾ ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി, ഇത് എന്തൊക്കെ സംഭവം ഉണ്ട്, ഇത് എന്തോ ഒരു അത്ഭുത ബാലനാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ജനങ്ങൾ മാറുന്ന അവസ്ഥ ഒന്നും. അത്ഭുതങ്ങൾ ഇങ്ങനെ കാണൽ തുടങ്ങിയപ്പോ ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. കുട്ടിയുടെ അത്ഭുതങ്ങൾ. അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ജനങ്ങളൊക്കെ മുമ്പ് വേഗം എന്ത് ചെയ്ത് ഹലീമ ബീബി എന്തായി ഇങ്ങനെ പ്രശ്നങ്ങൾ, ആളുകൾക്ക് ജൂതന്മാർക്കൊക്കെ ഭയങ്കര പ്രശ്നം. അവർ കൊന്നുകളയോ എന്ന് പേടിയേ. ആ കുട്ടീനെ എങ്ങനെ കൊന്നുകളയണം, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹലീമ ബീബി വേഗം കൊണ്ടുപോയിട്ട് 2 കൊല്ലമായപ്പോ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ചെയ്തു. അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് കുഞ്ഞിനെ എഴുതിച്ചു. ഇതാ കുഞ്ഞിനെ ഭദ്രായിട്ട് എഴുതി, ഞങ്ങൾക്ക് പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു. അവിടെയാണെങ്കിൽ മക്കത്താണ് ആ ടൈമിൽ വളരെ ക്ഷാമമുള്ള ടൈം. ആ ടൈമിൽ ഇവർക്ക് കുട്ടിന് വളരെ വിഷമുള്ള ഒരു ടൈമായതുകൊണ്ട് അവർ
വളരെ താഴ്മയോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഹലീമ നിങ്ങൾ 2 കൊല്ലം കൂടി കുട്ടിനോട് വെക്കണം, ഒരു 4 വയസ്സാവുമ്പോൾ കൊണ്ടുവന്ന് തന്നാണ്. മൂന്ന് തിരിച്ചുകൊണ്ടുപോയി. 4 വയസ്സാവുമ്പോഴാണ് പിന്നീട് പൂർണ്ണമായിട്ട് ഹലീമ ബീവി എന്ത് ചെയ്യുന്നത്, ആമിന ബീവി എന്നവർ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു 6 പ്രാവശ്യം പോക്കുവരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അതിനിടയിൽ ഒരു അലിബാബി പല അത്ഭുതങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഉണ്ടായ അനുഭവങ്ങൾ. ഒരിക്കൽ കുഞ്ഞിനെ ഇതേപോലെ മക്കൾക്ക് കൊണ്ടുപോവാണ്. ത്വായിഫിന്റെ അവിടെ എത്തിയപ്പോൾ ത്വായിഫിനോട് അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ജ്യോത്സ്യൻ കണ്ടത്രേ. ജ്യോത്സ്യൻ കുഞ്ഞിനെ കണ്ടപ്പോ ജ്യോത്സ്യൻ പറഞ്ഞത്ര വിളിച്ചും കൊണ്ട് ഈ കുറച്ച് കണക്കൊക്കെ ഇയാൾ നോക്കി. കണക്ക് നോക്കിയിട്ട് ജനങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങോട്ട് വരി, ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ശൈലികളും നിങ്ങളുടെ സംസ്കാരങ്ങളും ഒക്കെ കൂട്ടി പൊളിച്ചു കളയിട്ടോ, അതുകൊണ്ട് എത്രയും വേഗം ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഹലീമ ബീവി ആകെ ബേജാറായി. ജനങ്ങളെല്ലാവരും കൂടി കൊന്നു കളയാൻ വേണ്ടി വന്നു ഈ കുട്ടിനെ, ചെറിയ കുട്ടിനെ. പക്ഷേ ഹലീമ ബീവി പറയുന്ന ആ ടൈമിൽ ആ കുഞ്ഞ് അപ്രത്യക്ഷമായി. കുഞ്ഞിനെ കിട്ടിയില്ല, അപ്രത്യക്ഷമായി പോയി. നമ്മളെ കുഞ്ഞാരൻ നബിനെ പറ്റിയിട്ടാ പറയുന്നത്. ഇതൊക്കെ ഞാൻ വെറുതെ പറയില്ല, ജാദുൽ മഹാദിലുണ്ട്. ജാദുൽ മഹാദ് എന്ന കിതാബിലുള്ള കഥയാണ് ഈ പറയുന്നത്, ഞാൻ ചരിത്രമാണ് ഈ പറയുന്നത്, വെറുതെ എന്തായാലും വിളിച്ചു പറയല്ല, തെളിവുണ്ട്. അങ്ങനെ വീണ്ടും പോവാണ്. ഒരു സമയത്ത് പോകുമ്പോൾ പറയാണ്, ഒരു നക്ഷത്രം നോക്കുന്നത്, നക്ഷത്ര ഗണിതം ഉള്ള ഒരാളെ കണ്ടെത്തുന്നത്. ഒരാൾ അങ്ങോട്ട് കണ്ടത്, ആൾ ഇങ്ങോട്ട് കണ്ടു. കുഞ്ഞിനെ കണ്ടപ്പോ വിളിച്ചത്, ഇങ്ങോട്ട് വരും നോക്കട്ടെ. കണക്കൊക്കെ നോക്കി, ഞാൻ നക്ഷത്രത്തിന്റെ കണക്കൊക്കെ നോക്കി പറഞ്ഞു. ഇതേപോലെ ഇയാൾ പ്രഖ്യാപിച്ചു ആൾക്കാരെ മുന്നിൽ, അറബികളെ സൂക്ഷിക്കുക, നിങ്ങളുടെ സംസ്കാരങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും എല്ലാം തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയോ പേര് ഈ കുട്ടിയെ കുന്നുകളഞ്ഞേക്കും. അദ്ദേഹം ഈ മനുഷ്യൻ പറഞ്ഞ് കുറച്ചു നേരമായില്ല, ഈ മനുഷ്യന് പെട്ടെന്ന് ഭ്രാന്തായി മരിച്ചു. ആൾ മരിച്ചു, ആ ജോത്സ്യൻ മരിച്ചു. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ഇപ്പോ മെനക്കെടല്ല, പറഞ്ഞുകൊണ്ട് പണിയിട്ടിട്ടുണ്ട്, ഒരു വേഗം പോണാന്നല്ല എന്നുള്ള നിലക്ക് തിരിഞ്ഞു പോയി പറയുന്നത്. ഹലീമ ബീവി ഈ 4 വയസ്സായപ്പോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നൊരു ചരിത്രം പറയുന്നു. കുഞ്ഞാരൻ ഇതിനെ കൊണ്ടുപോവാൻ 4 വയസ്സായപ്പോ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന സന്ദർഭത്തിൽ 4 ഭാഗത്തും അശരീരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തും ഇതാ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നും സന്തോഷപൂലിമ മക്കയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഹലീമക്ക് ഉറപ്പായി ഇത് സ്വീകരിക്കും. എങ്ങനെയായോ അശരീരി വരല്ലേ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വലിയ സന്തോഷമായി. അങ്ങനെ പോയി കുറച്ചെത്തിയപ്പോള്, ഒരു സ്ഥലത്തെത്തിയപ്പോള് കുറെ ആളുകൾ തിങ്ങി കൂടിക്കുന്നുണ്ട്. അപ്പോ ഹലീമ ബീവി എന്ത് ചെയ്തു, കുഞ്ഞിനെ അവിടെ ഒട്ടകം അവിടെ നിർത്തി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി മറ്റ് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ കൂടി നീങ്ങുമ്പോൾ ഹലീമ ബീവി പറയാണ്, ഒരു ശബ്ദമുള്ള ഒരു മേഘം എന്റെ അടുക്കലേക്ക് പോകും. എന്നോട് പൊതിഞ്ഞു. പിന്നെ കുട്ടിയെ എനിക്ക് കാണാനില്ല. ഞാൻ ആകെ ബേജാറായി പോയി. ഞാൻ നിലവിളിച്ചു കൊണ്ടുപോടി. കുഞ്ഞിനെ പലയിടത്തും തെരഞ്ഞു നോക്കി, എന്റെ കുഞ്ഞിനെ കാണാനില്ല. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ ഓടിപ്പോയി അബ്ദുൽ മുത്തലിബിന്റെ മക്കയിലെത്തി. അബ്ദുൽ മുത്തലിബിനോട് കാര്യം പറഞ്ഞു, കുഞ്ഞിനെ കാണാനില്ല. അബ്ദുൽ മുത്തലിബ് ആണെങ്കിൽ അബ്ദുല്ല എന്നവരുടെ മരണശേഷം ആ കൂടി കിട്ടിയൊരു കുഞ്ഞാണ്, ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞാണ്. കുഞ്ഞിനെ കാണാനില്ല. അബ്ദുൽ മുത്തലിബും ബേജാറായി. ഖുറൈശികളെല്ലാം വിളിച്ചു, ഖുറൈശി നേതാവാണല്ലോ, ഖുറൈശികളെല്ലാം വിളിച്ചുകൊണ്ട് വിഷമം പറഞ്ഞു. എല്ലാവരും ആ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ഓടാൻ തുടങ്ങി, കുതിരയെടുത്ത് ഓടിക്കാൻ തുടങ്ങി, നാനാ ഭാഗത്തേക്കും ഓടിക്കാൻ തുടങ്ങി. ആരെ കാണുന്നില്ല, കുഞ്ഞിനെ കാണാനില്ല. അവസാനം ഇവരെല്ലാവരും തീരുമാനമെടുത്തു, നമുക്ക് കഅബ ഷരീഫിലേക്ക് പോകാം. അങ്ങനെ കഅബ ഷരീഫിലേക്ക് പോവുകയാണ്. കഅബ ഷരീഫിലേക്ക് പോയിക്കൊണ്ട് എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കഅബയുടെ മുകൾ ഭാഗത്തിൽ നിന്നും അശരീരി വരികയാണ്. ഇന്നാലിന്ന താഴ്വരയിൽ കുഞ്ഞ് സ്വസ്ഥമായി കൊണ്ട് ശാന്തനായി ഉറങ്ങുന്നുണ്ട്. എല്ലാവരും കുതിരയെ അങ്ങ് ഓടിച്ചു, പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നു പോയപ്പോൾ പച്ചപ്പട്ടിലങ്ങ് കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സന്തോഷമായി അബ്ദുൽ മുത്തലിബ് എന്നവര് 100 ഒട്ടകത്തെ ബലിയെടുത്തു, ദാനം ചെയ്തു. ഹലീമ ബീവി പറയണ, എനിക്ക് നല്ല സമ്മാനങ്ങൾ നൽകി, സന്തോഷത്തിൽ സമയം തിരിച്ചു കിട്ടിയതോ എനിക്കും സന്തോഷമായി. കാരണം എന്റെ അമാനത്ത് തിരിച്ചേൽപ്പിച്ചല്ലോ, ഞാനും കൊടുത്തു. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കിലേക്ക് വരാം. അബ്ദുൽ മുത്തലിബ് എന്നവർ പറയാണ്, ആ കാലഘട്ടത്തിൽ ക്ഷാമുണ്ടായി. ഇതേപോലെ അവിടെ
നമ്മളെ നാട് പോലെ ഈ ക്ഷാമം ഇടക്കിടക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒന്ന് അല്ലാഹുവിന്റെ പരീക്ഷണം. കാരണം ഒരു പ്രവാചകൻ പേരില്ല, എല്ലാ ക്ലേശങ്ങളും മാറി നല്ലൊരു അവസ്ഥ വരും. അപ്പൊ അവിടെ പാപങ്ങൾ പോട്ടെ. രണ്ടാമത്തത് അറേബ്യയാണ്, ചുട്ടുപഴുത്ത മണല്, സസ്യങ്ങളൊന്നും ഇല്ലാത്ത നാടാണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മഴ കിട്ടാനില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് മഴ കിട്ടാത്ത സന്ദർഭം. ആ സന്ദർഭത്തിൽ ഇവർ എന്താ ചെയ്യേണ്ടത്? പലരും ഇവർ പിടിച്ച് പ്രാർത്ഥിച്ചു നോക്കി, പല ബിംബങ്ങളെയും. മഴയില്ല. അവസാനം അശരീരി വന്നത്രേ, വരാൻ പോകുന്ന പ്രവാചകന്റെ നാമത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങൾക്ക് മഴ ലഭിക്കും. ഉടനെ ഇവര് അബ്ദുൽ മുത്തലിബ് എന്തിന് കുഞ്ഞിനെ കൊണ്ടു. അബ്ദുൽ മുത്തലിബിന് കുറെ അത്ഭുതങ്ങൾ ഓർമ്മ, ചെറിയ 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 കുറെ ആ അത്ഭുതങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. കൊണ്ടുപോയി നബിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നബിനോട് കൈ വരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഞ്ഞല്ലേ, അള്ളാഹുന്റെ റസൂലിന്റെ കൈ അബ്ദുൽ മുത്തലിബ് എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തിയെന്ന. കുഞ്ഞിന്റെ കൈ അബ്ദുൽ മുത്തലിബ് പിടിച്ചാണ് ഉയർത്തിയ ഉടനെ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് എന്നുള്ള അനുഭവമാണ് പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിച്ചു. കുറച്ചു കാലം കൂടി അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ അങ്ങനെ വളർന്നു. കുറച്ച് അബ്ദുൽ മുത്തലിബിന്റെ ഭരണത്തിൽ ഇതിൽ തന്നെ വളർന്നു. സമയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ജനിക്കുക മരിക്കുക എല്ലാം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 മാസം 6 വയസ്സായപ്പോൾ, ചില റിവായത്തിൽ 4 വയസ്സ് എന്നുണ്ട്, ചിലർ 12 വയസ്സുണ്ട്, പല റിവായത്തും ഉണ്ട്. പക്ഷെ ബലമായ അഭിപ്രായം 6 വയസ്സുണ്ട്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭർത്താവായ അബ്ദുല്ല എന്നവരുടെ ഖബർ സന്ദർശിക്കുവാനും കുടുംബക്കാരുമായി സഹവസിക്കാനും പോയി പോവുകയാണ്. മദീനത്തിൽ പോവുകയാണ്. കാരണം അബ്ദുല്ല എന്നവരെ മദീനത്ത് മരണപ്പെട്ട് അവിടെ തന്നെയാണ് മറവ് ചെയ്തത്. അങ്ങനെ അവിടെ പോയി ഖബർ സുൽത്താൻ ഉപ്പാന്റെ ഖബറുടെ സന്ദർശിച്ചു, സിയാറത്തൊക്കെ ചെയ്തു. കുടുംബങ്ങളില് ഒരു 2 മാസത്തോളം കുടുംബങ്ങളിൽ താമസിച്ചു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ചു. അബവാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു തആല നമ്മുടെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുമ്പോൾ ചില ആളുകള്, ഞാൻ ചില പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ആമിന ബീവി എന്ന് പറയുമ്പോഴും മുണ്ടൂല, അബ്ദുല്ല എന്നവരെ പറയുമ്പോഴും മുണ്ടൂല. കാരണം അവരൊക്കെ നരകത്തിലാണെന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അല്ലാഹു റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിൽ പോകുമോ? അവരൊക്കെ കാഫിരീങ്ങളാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ റളിയല്ലാഹു അൻഹ പറയുന്ന വെറുതെ ഒന്നല്ല, അതിനൊക്കെ തെളിവുകളുണ്ട്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആമിന ബീവി വഫാത്താവുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു ഇതാണ്. ആമിന ബീവി വഫാത്താവുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞായ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞായിരിക്കെ, കുഞ്ഞാണ്, 6 വയസ്സിലായിട്ടുള്ളൂ. 6 വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ എത്രയായിരിക്കും? നമ്മുടെ മുനിപാടൊക്കെ അത്ര ഉണ്ടാവും. ഈ കുഞ്ഞ് ഉമ്മായുടെ തലപ്പത്തിൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞ് ഉമ്മായുടെ തലപ്പത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഉമ്മായുടെ തലയുടെ അടക്കുണ്ട്, ആമിന ബീവി അടക്ക് എടുക്കുക. മരണാസന്നമായപ്പോൾ ആമിന ബീവി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് കുറച്ച് ബെയ്ത്ത് പാടി, കുറച്ച് ഈരടികൾ പാടി. അതിനുശേഷം പറഞ്ഞു, ജനിച്ചവർക്കെല്ലാം മരണമുണ്ട്, എല്ലാം പുതിയതും പഴയതും. പക്ഷേ ഞാനിതാ മരിക്കുന്നു. എന്റെ നാമം എപ്പോഴും വാഴ്ത്തപ്പെടും. കാരണം ഞാൻ വളരെയധികം ഉന്നതനായ ശ്രേഷ്ഠനായ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ആമിന ബീവി മരിച്ചത്. അപ്പൊ ചില മഹാന്മാർ പറയുന്ന ആ റിവായത്തിൽ നിന്ന് ആമിന ബീവിക്ക് അറിയാമായിരുന്നു നുബുവത്ത് വരും എന്നൊക്കെ. അപ്പൊ തന്നെ വരാൻ പോണെന്ന് അദ്ദേഹം അവര് വിശ്വസിച്ചിരുന്നു. ഇനി അതുപോലെ വേറെ റിവായത്ത് പറഞ്ഞുതരാം. ഹജ്ജത്തുൽ വിദാ, ഹജ്ജത്തുൽ വിദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ അവസാനത്തെ ഹജ്ജാണ്. വഫാത്താണ് തൊട്ട് മുന്നേ. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും പ്രവാചകനും കൂടി വരികയാണ് മദീനത്തിൽ. ജുഹൂൻ എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഈ റിവായത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇരുന്നു കൊണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാനും കരഞ്ഞു പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ കരച്ചിൽ കണ്ടുകൊണ്ട് എത്ര വ്യസനത്തിലാണല്ലോ കരയണത്. ഞാനും കരഞ്ഞു പോയി.
എന്റെ കരച്ചിൽ വല്ലാതെ ഓവറായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ അടങ്ങി നിന്നു. പിന്നെയും കുറെ നേരം അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരി തൂകിക്കൊണ്ട് എന്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഗുരുദൂതരെ, തങ്ങൾ എന്തിനാണ് കരഞ്ഞത്, എന്തിനാണ് ഇരുന്നത്, എന്താണ് പിന്നീട് പുഞ്ചിരിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഞാൻ ഇരുന്നത് എന്റെ ഉമ്മയുടെ കബറിടത്തിൽ, എന്റെ ഉമ്മയുടെ കബറിടത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒരു സന്ദർഭത്തിൽ എനിക്ക് സിയാറത്തിന് അനുവദിച്ചിരുന്നു അള്ളാഹു റസൂലിന്റെ ഹദീസിൽ ആശയാണ് പറയുന്നത്. ഒരു സന്ദർഭത്തിൽ സിയാറത്തിന് അനുവദിച്ചിരുന്നു, പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവദിച്ചില്ല. ഞാൻ ഉമ്മയുടെ കബറിനടുത്ത് കരഞ്ഞു. അല്ലാഹു തആല എന്നോട് ദുആ ചെയ്തു, എന്റെ ഉമ്മയെ ഹയാത്താക്കി തരാൻ വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു തആല എന്റെ ഉമ്മയെ ഹയാത്താക്കി തന്നു. അങ്ങനെ എന്റെ ഉമ്മ ഈമാൻ ഉൾക്കൊണ്ടു. അങ്ങനെ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം എന്റെ ഉമ്മയെ വഫാത്താക്കി അല്ലാഹു തആല. എനിക്ക് സന്തോഷമാണ്. അതുപോലെ തന്റെ പിതാവിനെയും ഇതേപോലെ ഹയാത്താക്കിക്കൊണ്ട് മൗത്താക്കിയെന്ന് റിവായത്തുകളിൽ കാണാൻ സാധിക്കും. ഇനിയിപ്പോ എന്താ പറയുക? അതാ പറയണത്. ചില പുത്തൻ സംഘടനകൾ ഈ ഒന്നും അറിയാതെ അങ്ങോട്ട് പറയും. എങ്ങനെയാണ്? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമോ? കാഫിറാവാത്ത മനുഷ്യനെ കാഫിർ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾ കാഫിറാവും എന്നൊക്കെയാണ് പറ്റുക. ഇതിന് ആരെയാണ് പറയുന്നത്? ഞാൻ ശരി കേട്ടതുകൊണ്ടാ പറഞ്ഞത്. ആരാണ് ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ ഈ ചെറുപ്പത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളിൽ ഈ പറയുന്നത്. ഏതായാലും ശരി, അപവാദി എന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹു മുത്തുനബിയുടെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താവുകയാണ്. അവിടെ കൂടെ ഒരു ഉമ്മു ഐമൻ എന്നൊരു അടിമ സ്ത്രീ അനുഗമിച്ചു. അല്ലാഹു റസൂൽ അവരെന്ത് ചെയ്തു? കുറച്ചു ദിവസം അവിടെ നിന്നതിന് ശേഷം കുഞ്ഞുമായിട്ട് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് കൊണ്ട് കുഞ്ഞിനെ ആക്കി. അബ്ദുൽ മുത്തലിബ് ഭയങ്കര വിഷമായി. കാരണം ആമിന ബി വഫാത്താലോ. എന്നാലും അബ്ദുൽ മുത്തലിബ് വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, വളരെ ആദരവോട് കൂടിയിട്ട്, ബഹുമാനത്തോടു കൂടിയിട്ട്, കാരണം ആ കുട്ടിയുടെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ട്, ആ കുഞ്ഞിനെ സംരക്ഷിച്ചു കൊണ്ടുപോയി. കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് മരണമാസന്നമായപ്പോൾ കുഞ്ഞിന്റെ കാര്യത്തിലാണ് അബ്ദുൽ മുത്തലിബിന് വിഷമം. അബ്ദുൽ മുത്തലിബ് തന്റെ മറ്റൊരു മകനായ അബൂ ത്വാലിബിനെ വിളിച്ചു. അബ്ദുൽ മുത്തലിബിന് രണ്ട് മക്കളാണ്, ഒന്ന് അബ്ദുല്ല, ഒന്ന് അബൂ ത്വാലിബ്. അബ്ദുല്ലയുടെ മകനാണ് ആര്? മുത്തലിബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബിന്റെ മകനാരാണ്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഒരു ഇതിൽ നിന്നാ വരുന്നത്. അബൂ ത്വാലിബിനെ വിളിച്ചു പറഞ്ഞു, പൊന്നു മോനെ, ഞാൻ ഈ മകന് അവന്റെ ഉപ്പ വഫാത്തായ, ഉമ്മ വഫാത്തായ ഒരു വിഷമവും അവൻ അറിയിക്കാതെയാണ് ഞാൻ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനിതാ വഫാത്താവാൻ പോവുകയാണ്. നീ പൊന്നുപോലെ എന്റെ ഈ മോനെ നോക്കണം എന്ന് പറഞ്ഞ് അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുക ചെയ്തു. നമ്മൾ ഈ ആമിന ബീവി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ചില ആളുകൾക്ക് പറയാറുണ്ട്, വലിയൊരു വയസ്സായ ഒരു സ്ത്രീയെ പോലെ കാണണ്ട. ആമിന ബീവി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. വഫാത്താവുന്ന 22 വയസ്സിലാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മ വഫാത്താവണത് 22 വയസ്സിൽ ഉമ്മ വഫാത്താവാണ്. ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ആ ഉമ്മയുടെ ആ പ്രായം എത്ര വയസ്സിലാവും? അല്ല, ആ വയസ്സിൽ നമ്മുടെ മനസ്സിലൊന്ന് ഇത് കൂട്ടിയോ? ആ പ്രായം അധികം തടിയില്ലാത്ത, എന്നാൽ വളരെ മെലിയാത്ത, ഒത്ത ശരീരമുള്ള ആ ഒരു സ്ത്രീ 22 വയസ്സിൽ വഫാത്താവുമ്പോഴാണ് സന്തോഷത്തോടെ മരിക്കുന്നത്. ഞാൻ നല്ലൊരു മകനെ പ്രസവിച്ചുള്ളത്. അപ്പൊ ഉപ്പയാണെങ്കിലും 19 വയസ്സിൽ വഫാത്താവും, ഉമ്മയാണെങ്കിലും 22 വഫാത്താവും. അപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ നല്ല. ആ കുഞ്ഞിനെ വളർന്നത്, ഈ കുഞ്ഞിനല്ലേ പിന്നീട് മുശ്രിക്കുകൾ എങ്ങനെയൊക്കെ നോക്കി, നേരെ ജൂതന്മാർ പാറക്കല്ല് കൊണ്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചില്ലേ, എന്തൊക്കെ നോക്കി ഈ കുഞ്ഞിനെ. എങ്ങനെയാണ് കുഞ്ഞ് വളർന്നു വന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെ അബൂ ത്വാലിബ് എന്നവരെ ഏൽപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? ഈ കുഞ്ഞിനെ നല്ലവണ്ണം നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്നവരെ വഫാത്താക്കി. അബ്ദുൽ മുത്തലിബ് എന്നവർ വഫാത്ത, അബൂ ത്വാലിബ് എന്നവർ നല്ലവണ്ണം കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. നല്ല സ്നേഹത്തോടു കൂടി, ആദരവോട് കൂടിയിട്ട്, സ്വന്തം മോനെ പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തി. അബൂ ത്വാലിബ് എന്നവർ ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും. അബൂ ത്വാലിബ് എന്നവർക്ക്
വീട്ടിൽ നല്ല പട്ടിണിയായിരുന്ന ടൈമായിരുന്നു. അള്ളാഹ് റസൂലിനെ ഏറ്റെടുക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു. വളരെ പട്ടിണി, ഭക്ഷണമില്ല, വെള്ളമില്ല. അള്ളാഹുന്റെ റസൂൽ വന്നതോടുകൂടി ബർക്കത്ത് വരാൻ തുടങ്ങി. ചില സന്ദർഭത്തിൽ കുറഞ്ഞ ഭക്ഷണം ഉണ്ടാവും, കുറെ ആളുകളും ഉണ്ടാവും. അള്ളാഹുന്റെ റസൂൽ എന്ത് ചെയ്യും? എത്രയോ കുഞ്ഞാട്ടാ, കുഞ്ഞ് അള്ളാഹുന്റെ റസൂലിന് വലുതായിട്ടില്ല. ഈ കുഞ്ഞ് എന്ത് ചെയ്യും? തന്റെ പരിശുദ്ധ കരം ആ ഭക്ഷണത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വയറ് നിറച്ചു, എല്ലാവരും തൃപ്തിയാവുന്ന വിധത്തിൽ വിഷമമാണ്. ഇങ്ങനെയാണ് അവസ്ഥ. അള്ളാഹുന്റെ റസൂൽ അബൂ ത്വാലിബ് എന്നവരുടെ കാലഘട്ടത്തിലും ഒരിക്കൽ മഴ കിട്ടാത്ത അവസ്ഥ ഉണ്ട്, വെള്ളം കിട്ടുന്നില്ല, ആറ് ബുദ്ധിമുട്ടുള്ള ടൈം. ഇതേപോലെ പലരോടും പ്രാർത്ഥിച്ചു, ഒരു രക്ഷയില്ല. അവസാനം അറബികൾ കുറേശികൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നാണ് പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടീനെ കൊണ്ട് പ്രാർത്ഥിച്ചവൻ ഉത്തരം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ കുഞ്ഞുമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ അബൂ ത്വാലിബ് എന്നവര് കുട്ടിയുമായിട്ട് നമ്മുടെ നബി കുഞ്ഞായിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വയസ്സ് ആയിട്ടില്ല പോകും. ആ സന്ദർഭത്തിൽ വിളിച്ചു, മോനെ നീ ഒന്ന് പ്രാർത്ഥിക്കണം കഅബ ശരീഫിൽ പോയിട്ട്. അങ്ങനെ അള്ളാഹുന്റെ റസൂലിൽ പോയി, കഅബ ശരീഫിൽ പോയിട്ട് അള്ളാഹുന്റെ റസൂലിൽ നിന്നു. എല്ലാ ഖുറൈശി പ്രമാണിമാരുണ്ട്, പ്രമുഖരുണ്ട്. അള്ളാഹുന്റെ റസൂല് പ്രാർത്ഥിക്കല്ല ചെയ്തത്, അള്ളാഹുന്റെ റസൂല് കുഞ്ഞിക്കാരം ഉയർത്തി, വിരലുകൾ ഉയർത്തി, ഇങ്ങനെ മേഘം മഴ വർഷം. അബൂ ത്വാലിബ് എന്നവർ ഒരിക്കൽ പറയുകയാണ്, ഞാൻ ഒരിക്കൽ യാത്ര ചെയ്യുകയാണ്, ഒപ്പം എന്റെ സഹോദരപുത്രനുമുണ്ട്. സഹോദരപുത്രൻ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞാണ്, 9 വയസ്സ് പ്രായമാവുന്നു. അറഫ കഴിഞ്ഞ് കുറച്ചൊരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ദാഹം കലശം. എങ്ങും നോക്കിയപ്പോൾ വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല. എനിക്ക് ദാഹം കൂടി വരികയാണ്. ഞാൻ എന്റെ സഹോദരപുത്രനോട് പറഞ്ഞു, സഹോദരപുത്ര ഒന്ന് ഒട്ടകപ്പുറത്തിൽ നിന്ന് ഇറങ്ങണേ, എനിക്ക് ദാഹം കൊണ്ട് വയ്യ, എനിക്ക് വെള്ളം. സഹോദരപുത്രൻ 9 വയസ്സുള്ള ഈ പുത്രൻ ഇറങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പാറയുണ്ടായിരുന്നു. പാറയിൽ കാല് തള്ളവരൽ അമർത്തിയോടുകൂടി അവിടെ നിന്ന് വെള്ളം വരാൻ പറ്റും. അബൂ ത്വാലിബ് എന്നവർ പറയാണ്, ഞാൻ ഇന്നേ വരെ ആ കാലം വരെ ഇന്നേ വരെ ഞാൻ ശുദ്ധമായി ഇത്രയും തെളിഞ്ഞ ഒരു വെള്ളം, രുചികരമായ വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ അങ്ങ് കുടിച്ച് മതിവരോളം കുടിച്ച് ദാഹം മാറ്റി. എന്നിട്ട് എന്നോട് സഹോദരപുത്രൻ ചോദിച്ചു, മതിയോ? ഞാൻ പറഞ്ഞു മതി എന്ന് ഞാൻ പറയേണ്ട താമസം ആ വെള്ളം ആ ഉറവെന്നെ പിന്നെ അവിടെ കണ്ടിട്ടില്ല. ആ അവസ്ഥയിലാണ്. ചിന്തിച്ചു നോക്കി. അപ്പൊ അബൂ ത്വാലിബ് എന്നവർക്കും കുറെ അനുഭവങ്ങളുണ്ട്. അബൂ ത്വാലിബ് എന്നവർക്ക് വളരെയധികം അനുഭവങ്ങൾ അബൂ ത്വാലിബ് എന്നവർ തന്നെ പറയാനുണ്ട്. അപ്പോ ഞാൻ ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീടാവും. ഏകദേശം ഒരു മണിക്കൂറായില്ല.